ഇളവൻ പോത്തിനെ കശാപ്പ് ചെയ്ത് നന്നായിട്ട് ബിരിയാണിയിൽ മസാല ഒക്കെ തേച്ച് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിൽ നിന്നുള്ളത് പാലക്കാടാണ്. അതായത് ഒരു ബിരിയാണി കഴിക്കാൻ വന്നതാണ്. ഓരോ നാട്ടിലും അതിൻ്റേതായ ബിരിയാണികൾ ഉണ്ടാവും. അത് കണ്ണൂർ തലശ്ശേരി ബിരിയാണി, കോഴിക്കോടൻ ബിരിയാണി. അപ്പോൾ പാലക്കാടൻ ബിരിയാണിയെ കുറിച്ച് അധികാരം കേട്ടിട്ടില്ല തോന്നുന്നു. അപ്പോൾ ആ പാലക്കാടൻ ബിരിയാണിയെ കഴിക്കാനാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഒറ്റക്കല്ല, അതായത് തമ്മിലാണ് മനസ്സിലാക്കി രണ്ടാൾ. പക്ഷേ രണ്ടാളും ഇവിടെ 1 മണിക്കൂറോളമായിട്ട് വെയിറ്റ് ചെയ്യാണ്. അവരിവിടെ ഉണ്ടാവും. ആ ഷോപ്പിൻ്റെ അവിടെ എത്തി. അതവിടെ ഇരിക്കുന്നുണ്ട്. കട്ട പോസ്റ്റ് ആയിരുന്നു അല്ലേ? 1 മണിക്കൂർ സോറി, കുറച്ച് ലേറ്റ്. 1 മണിയായില്ലേ? ആൾക്കാർ വന്ന് കഴിച്ച് അവർ വീട്ടിൽ പോയി, അവരുടെ വീട്ടിൽ. അതെല്ലാം നോക്കി നിൽക്കുന്നില്ലേ? നോക്കി നിൽക്കുമ്പോഴേ നടക്കുള്ളൂ. ഇവിടെ സ്ഥിരം കഴിക്കാറുണ്ടോ? എന്ന് എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അടിപൊളിയാ? ഓക്കെ ഓക്കെ. പബ്ലിക് ഒപ്പീനിയനും ഒക്കെ ഇനി നമുക്കൊന്ന് കയറി നോക്കാം. അതെ, ഇവിടെ നല്ല സൗണ്ടാണ്. കാരണം റോഡിലാണ്. ചെറിയൊരു സെറ്റപ്പാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ചെറിയൊരു സെറ്റപ്പാണ്. പക്ഷേങ്കിൽ നമുക്ക് കഴിച്ചു നോക്കാം. ഫുഡല്ലേ, ഫുഡ് ടേസ്റ്റ് ചെയ്യാന്നാണ് കേട്ടിരിക്കുന്നത് അല്ലേ നസേ? ഫുഡ് നല്ല അഭിപ്രായം കേട്ട് വന്നതല്ലേ ഒന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഒന്ന് പോയി നോക്കാം. ബിരിയാണി ട്രഡീഷണൽ ഫുഡ്, ഇത് ശരിക്കും പാലക്കാട് സ്പെഷ്യലാണ് അല്ലേ? ഫാമിലിയിലേക്ക് വരാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ്. ഫാമിലീസൊക്കെ ഒരുപാട് ചെറിയ സെറ്റപ്പാണ്. മുകളിൽ ഫാമിലിക്ക് പറ്റിയ റൂമുണ്ട്. ഇവിടെ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ അവരോട് ഒന്ന് ചോദിച്ചു നോക്കാം. ഒരു സ്ഥിരം വരാറുണ്ടോ? പാലക്കാട് പാലക്കാട് വീട് മലമ്പുഴ. എങ്ങനെയുണ്ട് ബിരിയാണി? ടേസ്റ്റിയാണ്. പാലക്കാടിനെ ടേസ്റ്റിയാണ്. അപ്പം അതാണ് ഒപ്പീനിയൻ. ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു ഫീലാണ് പാലക്കാടൻ ബിരിയാണിയുടെ രുചി. അതിൻ്റെ അവസ്ഥ നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ സ്മെല്ല് നമുക്ക് കിട്ടും. ആ വായിക്കൂടെ വെള്ളം വരുന്ന ആ സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ലൊക്കെ അടിച്ച് എനിക്കിരിക്കാൻ വരാം. ഇപ്പം ഫുഡ് കിട്ടിയാൽ ഇപ്പം അടിച്ച് കഴിക്കാൻ നോക്കാം. ബീഫ്, ചിക്കൻ, മട്ടൻ 3 വെറൈറ്റികളുണ്ട്. അതിന് കൂടാണ്ട് ചിക്കൻ ചില്ലി, പിന്നെ തലശ്ശേരി ബിരിയാണിയാണ്. പക്ഷേ ഇവിടുത്തെ നമ്മുടെ ഒരു ആളുകളുടെ പാലക്കാട് ബിരിയാണിയാണ്. മട്ടനാണ് ഇവിടെ വേറെ. ഞാൻ ബീഫാണ് പറഞ്ഞത്. ഇത് രണ്ടൊരു മട്ടൻ പറഞ്ഞത്. ഓക്കെ, പാലക്കാടുകാരുടെ പ്രത്യേകതയാണ് ബിരിയാണിക്ക് കറി കഴിക്കുന്നത്. ചിക്കൻ ഗ്രേവി അല്ലെങ്കിൽ സാമ്പാർ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ കായ്ച്ച എന്ന് പറഞ്ഞാൽ പേര് പറഞ്ഞത് സാമ്പാർ പോലെ തന്നെ. അത് സാമ്പാറല്ല, അത് ശരിക്കും
ഒരു മപ്പാസ് പോലെ ഒരു സാധനമാണിത്. വെജിറ്റബിൾ കറിയാണ്, വെജിറ്റബിൾ കുറുമ എന്നൊക്കെ വേണേൽ പറയാം. ഇത് ശരിക്കും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഉള്ള ഒരു പ്രാക്ടീസാണ്. പക്ഷേ ഈ പാലക്കാട് തമിഴ് സ്റ്റൈലിൽ ഇങ്ങനെ കയറി വന്നായിരുന്നു. പാലക്കാട് ഇവിടെ ഉണ്ട് കറി ഒഴിക്കും, കുമ്പളങ്ങ കറി ആണെങ്കിലും ഒഴിക്കും. കുമ്പളങ്ങ ചിക്കനും പാലക്കാട് സ്പെഷ്യലാണ്. ബാഹിമാര് എന്ന് പറഞ്ഞപ്പോൾ സാധനത്തിൻ്റെ പേര് ഞങ്ങൾക്ക് മനസ്സിലായില്ല. കായ്ച്ചാർ എന്നാണ് പറയുന്നത്. അതായത് പച്ചക്കറിയും ആട്ടിറച്ചിയും കൂട്ടി വെക്കുന്ന ഒരു കറിയാണത്. അത് കൂട്ടിയാണ് പാലക്കാട്ടുകാർ ബിരിയാണി കഴിക്കുന്നത്. ചിലവർ ചിക്കൻ ഗ്രേവിയും കൂട്ടും. പക്ഷേ രണ്ട് സാധനങ്ങളും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ചിക്കൻ ബിരിയാണി. മസാല മിക്സ് ചെയ്തിട്ടുള്ള ചോറ് മലയാളം പറഞ്ഞല്ലോ. ഞാൻ കഴിച്ചില്ല, കഴിച്ചു നോക്കിയിട്ട് പറയാം. അവൻ മേടിച്ചിരിക്കുന്ന ബീഫ് ബിരിയാണിയാണ്, എൻ്റെ കയ്യിൽ മട്ടൺ ബിരിയാണിയാണ്. എന്നൊക്കെ കൂടുതൽ രുചി അറിഞ്ഞ ആളല്ലേ. ഈ ബിരിയാണി ഉണ്ടോ, നാക്കിൽ വെച്ച് കഴിയുമ്പോഴത്തേന് അതിൻ്റെ മധ്യഭാഗത്ത് ഒരു ടേസ്റ്റ് അങ്ങോട്ട് പൊട്ടുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഫീൽ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു സ്പെഷ്യൽ ഫീലാണ്. അതിൻ്റെ കൂടെ നാരങ്ങ ഒന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു രുചിയുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നു, നല്ലൊരു വാസന താഴെ തന്നെ അതിൻ്റെ ആ വാസന നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന് ബിരിയാണി കഴിച്ചിട്ട് തന്നെ ഒരു സംതൃപ്തി. അതിനകത്തൊക്കെ ഇല്ല, ഇതിനകത്തില്ല. അതൊരു പക്ഷേ ബീഫിന് മട്ടനും ചിക്കനൊക്കെ മേടിച്ചാലേ എഗ് കിട്ടുള്ളൂ. പണിയായി പോയി. ചിക്കൻ മേടിച്ചാൽ മതിയായിരുന്നു അല്ലേ? മതിയായിരുന്നു. കുഴപ്പമില്ല, ബീഫ് അടിപൊളിയാണ്. ബീഫ് ടേസ്റ്റ് ഉണ്ട്. ബീഫ് നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ബീഫ്. നാടൻ ഭാഷയിൽ പറഞ്ഞ ഇളവൻ ബീഫ്. പ്രായം കുറഞ്ഞ ബീഫ്. ഇളവൻ പോത്തിനെ കശാപ്പി ചെയ്ത് നന്നായിട്ട് ബിരിയാണിക്ക് മസാല ഒക്കെ തേച്ച് അതൊക്കെ വളരെ രുചി എന്തായാലും നല്ല സൂപ്പറുമാണ്. രാവിലെ ഞങ്ങൾ മുട്ടക്കറി ഉണ്ടാക്കി കഴിച്ചു. ഇപ്പം നല്ല അടിപൊളി മട്ടൺ ബീഫ് ബിരിയാണി കഴിക്കുന്നു. മനസ്സിനൊരു തൃപ്തിയാണ്. നമ്മുടെ ബിരിയാണി പല ടൈപ്പുണ്ട് കേട്ടോ. ഹൈദരാബാദി ബിരിയാണി ഉണ്ട്, കൽക്കട്ടയിലാണെങ്കിൽ അവരുടെ സ്റ്റൈലിലൊരു ബിരിയാണിയാണ്. പിന്നെ ലക്നൗവി ബിരിയാണി നല്ലതാണ്, ഹൈദരാബാദി നല്ലതാണ്. പക്ഷേ അതിനൊക്കെ സ്പൈസ് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഹൈദരാബാദി ബിരിയാണിക്കാണെങ്കിൽ ഭയങ്കര സ്പൈസാണ്. കഴിച്ചിട്ടുണ്ടെങ്കിൽ ഹൈദരാബാദ് നല്ല കളറാണ്, നല്ല സ്പൈസിയാണ്. നമ്മുടെ മലബാർ ഇതും സാധാരണ നമ്മുടെ മലബാർ ബിരിയാണി തലശ്ശേരിയെക്കാളും സ്പൈസ് കൂടുതലാണ്. എനിക്ക് ഇവിടെ നമ്മുടെ കേരളത്തിലെ ബിരിയാണികളാണ്. ഇത് നല്ലതാണ്. ഇതും നമ്മുടെ കേരള പാലക്കാടൻ സ്റ്റൈലില്, പക്ഷെ അത്ര അങ്ങോട്ട് സ്പൈസ് ഇല്ല. ഹൈദരാബാദ് ഭയങ്കര സ്പൈസാണ്. തമിഴ്നാട് സ്റ്റൈലാണ്. അതെ, പാലക്കാട്. അവരെല്ലാവരും ഉണ്ടാവും നമ്മളോട്. ഇവര് നമ്മുടെ ഫ്രണ്ട്സാണ്. ഇന്ന് ഇവിടെ ഒരു പാലക്കാട് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു പോകുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഓൾ ദി ബെസ്റ്റ്. നൈസ് മീറ്റിംഗ്. ഓക്കെ, മിഷേലൊരു ഹായ് പറഞ്ഞു. ഹായ് എല്ലാ ഫ്രണ്ട്സിനെ ഹായ് പറഞ്ഞു. ഹായ് പറഞ്ഞിട്ട് ഒരു ഫ്ലൈങ് കിട്ടും. ഒരു ഫ്ലൈങ് കിട്ടും. ഇവിടുത്തെ സ്പെഷ്യൽ ഞങ്ങളുടെ പ്രമുഖ ബ്ലോഗർമാരുടെ കൂടെ വന്നാൽ കുഴപ്പമില്ല. സബ്സ്ക്രൈബർമാരെ കൊണ്ടിരിക്കാൻ പറ്റില്ല. അത് സന്തോഷമല്ലേ? സന്തോഷം വരട്ടെ. ശരിക്കും പറഞ്ഞാല് നമ്മളെ അറിയാവുന്നവര് നമ്മളെ കണ്ട് ഹായ് പറയുമ്പോൾ അല്ലെങ്കിൽ ഹലോ പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. നമുക്ക് നമ്മളെ വേണ്ടപ്പെട്ട ഒരു ചുറ്റോട്ടത്തുണ്ടെന്നൊരു ഫീലുണ്ടാവും. അതാണ്. ഏതായാലും ഫുഡ് കഴിക്കട്ടെ, നല്ല അടിപൊളി ഫുഡ്.
യാത്രയാണ്. ഇനി എങ്ങനെ പറഞ്ഞാലാണ് വിശദീകരിക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം ഫുഡും ട്രാവലൊക്കെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ഇന്ത്യയിലൊക്കെ പോലെ നമ്മുടെ വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഈ ഹോട്ടലിനെ കുറിച്ച് അറിയുന്ന പലരുണ്ടാവും, അവരുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇത്